എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് കർണാടക സ്പെഷ്യൽ കളിയുടെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായെല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തിയായ വിഭവം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി അരക്കപ്പ് റാഗി മാവ് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചോറും. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇടാം. 1.5 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പിടാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചോറില്ലാതെ വെറും മാവ് കൊണ്ട് മാത്രമായിട്ട് ഉണ്ടാക്കാം. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റാഗി മാവ് ഇടാം. ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം. ഇനി തുറന്നു നോക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ വെള്ളം ഊറ്റിയെടുക്കാം. ഏതെങ്കിലും ഒരു തവിയുടെ ബാക്ക് ഭാഗം കൊണ്ട് നന്നായി ഇളക്കാം. ഊറ്റിവെച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. മാവ് നന്നായി വെന്ത് കട്ടിയാകണം. അതുവരെ ഇളക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോഴാണ് മാവ് നന്നായി വെന്ത് കിട്ടുള്ളൂ. നന്നായി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കളിയുടെ കൂടെ തേങ്ങ ചട്നി നല്ല കോമ്പിനേഷനാണ്. കട്ടകളൊക്കെ ഉണ്ടാവും, എല്ലാം ഉടച്ചു കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിക്കാം. ഇത് എക്സ്ട്രാ വെള്ളമാണ് ഒഴിക്കുന്നത്, ഊറ്റി വെച്ച വെള്ളമല്ല. ഒന്നുകൂടി നന്നായി കുറുക്കിയെടുക്കാം. മാവൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നന്നായി കുറുകിയിട്ടുണ്ട്. ഇത്രയും മതി. കരണ്ടിയിലെടുക്കുമ്പോൾ പെട്ടെന്ന് വീഴാത്തൊരു പരുവായിരിക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇളക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാകും. ഇനി ഇതിലേക്കൊരു ചട്നി കൂടി റെഡിയാക്കാം. ചട്നിക്കായി 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, 2-3 കറിവേപ്പില. പൊട്ടുകടലയ്ക്ക് പകരം നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത ശേഷം തോല് കളഞ്ഞിട്ടുണ്ട്. തൊലി കംപ്ലീറ്റായി പോകണമെന്നില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം. ചട്നി ചൂടാക്കുന്നില്ല, അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അത്യാവശ്യം കട്ടിയുള്ള ചട്നി ആയിരിക്കണം. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും താളിച്ചിടാം. എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റിയായ റാഗി കളിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.